ഹായ് ഓൾ. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ചുക്കയാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. 600 ഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 വലിയ ഉള്ളി നീളത്തിൽ കട്ട് ചെയ്ത് പൊരിച്ചെടുത്തതാണ്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഫ്രൈ ചെയ്ത് വെച്ച ഈ ഉള്ളിയാണ്. ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ആഡ് ചെയ്യുന്നുണ്ട്. വലുതാണെങ്കിൽ പകുതി മതിയാവും. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്ത് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈ വെച്ച് തന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം ഓയിലും എടുക്കാം. വെളിച്ചെണ്ണ ആയാൽ നാടൻ ടേസ്റ്റ് കിട്ടും. ചിക്കൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കണം. ഇനി ഒരു പാൻ വെച്ച് ചൂടായാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 3-4 പച്ചമുളക് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് രണ്ടും ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങി വന്ന് ഇത് കുക്കായി കിട്ടും. ഇനി ഇത് അടച്ച് വെച്ചൊരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ചെറിയ തീയിൽ വെച്ച് ഇത് വേവിച്ചെടുക്കണം. അതുപോലെ ഇത് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാനും ശ്രദ്ധിക്കണം. ഇപ്പോൾ ചിക്കനിൽ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് ഇത് കുക്കായി വരുന്നുണ്ട്. ഇനി ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം ഇത് 10-15 മിനിറ്റ് കൊണ്ട് റെഡിയാവും. ഇതിപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് ചപ്പാത്തി, പൊറോട്ട, റൈസ് എല്ലാത്തിൻ്റെ കൂടെയും സൈഡ് ഡിഷായി കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. എന്നും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.